ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി ഡോക്ടറുടെ വീട്ടിൽ പൂ കൊടുക്കാൻ പോകുമ്പോൾ കോളിംഗ് ബെൽ അടിച്ച് ഡോക്ടർ വന്ന് രേവതിയെ കണ്ടതും രേവതിയോ, വർഷയ്ക്ക് വിശേഷിച്ചൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം രേവതി പറയുന്നത് വർഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നത് അവൾ ഗർഭിണിയാണ്, രേവതിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ രേവതി അത്ഭുതപ്പെട്ടു പോയി. സന്തോഷത്തോടെ ഉടൻ തന്നെ ഫോൺ എടുത്ത് വർഷ ഗർഭിണിയാണ്, നമ്മുടെ ശ്രീകാന്ത് ഒരു അച്ഛനാകാൻ പോകുന്നുവെന്ന് സച്ചിയെ വിളിച്ച് അറിയിക്കുന്നു. ഇത് കേട്ട സച്ചി ഉടൻ തന്നെ രവിയേട്ടനെയും ചന്ദ്രമതിയെയും ഒക്കെ അറിയിച്ച് വീട്ടിലാകെ സന്തോഷമയമായി. ശ്രീകാന്തിനെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് സച്ചി എടുത്തു പൊക്കി കറക്കുന്നുണ്ട്. സച്ചിയും രേവതിയും കൂടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണല്ലേ ഇതുവരെ പറയാതിരുന്നത് എന്ന്. അതിന് ശ്രീകാന്ത് പറയുന്നത് അല്ല ഏട്ടാ, അവൾക്ക് പേടിയാണെന്ന്, അവൾ അതിനെ കളയാൻ പോവുകയായിരുന്നു, പപ്പായ ജ്യൂസ് കുടിച്ചതും രാത്രി ഡാൻസ് ചെയ്തതും ഒക്കെ അതിനായിരുന്നു എന്ന്. ഇത് കേട്ടതും സച്ചിയും രേവതിയും ഞെട്ടുന്നുണ്ട്. പിന്നീട് രാത്രി സച്ചിയും രേവതിയും കിടക്കാൻ നേരം വർഷയെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. നീ ഇനി വർഷയുടെ കൂടെ തന്നെ ഇരിക്കണം, എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതുമുതൽ രേവതി വർഷയുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. വർഷ ഉറങ്ങുമ്പോൾ രേവതി ഉറങ്ങാതെ കാവലിരിക്കുന്നു. ഇത് എത്ര നാൾ പോകുമെന്ന് അറിയില്ല. ഇതൊക്കെയാണ് പ്രൊമോ ആയി കാണിച്ചത്. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.